വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന ഞാനും എൻ്റെ മക്കളും കാണുന്നത് പരവേശത്തിൽ ഇതാ ഒരു കാർബോർഡൊക്കെ എടുത്ത് വെച്ച് എന്തോ ചെയ്യുന്ന എൻ്റെ ഒരു ഭർത്താവിനെയാണ് കേട്ടോ. ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മൾ പിങ്കിയുടെ ഡെലിവറി ഡേറ്റ് അടുത്തിരിക്കുകയായിരുന്നല്ലോ, അപ്പോൾ അതിന് വേണ്ടി ഒന്നും ചെയ്തില്ല. പെട്ടെന്ന് തന്നെ അവളുടെ പ്രസവം നടന്നെന്ന് ചേട്ടാ അകത്ത് കിടക്കുകയായിരുന്നേ. ആശാത്തി ഇങ്ങനെ എന്തോ തൂക്കിയിട്ടുണ്ട് പറഞ്ഞത് കണ്ട് നോക്കിയപ്പോഴാണ് ഇതാ നമ്മുടെ കുട്ടിയായിരുന്നെന്നും പിന്നെ മനസ്സിലായത് കേട്ടോ. ഭാര്യ പ്രസവിച്ചപ്പോൾ പോലും പുള്ളിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും ഫസ്റ്റ് ഡെലിവറി നമ്മൾ പറഞ്ഞതിന് മുമ്പ് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സെക്കൻഡ് ഡെലിവറി എന്താ കറക്റ്റ് ലൈവായിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റി. ഇന്നാണ് കറക്റ്റായിട്ട് ഞാൻ ഇങ്ങനെ പൂച്ച പ്രസവിക്കണമെന്ന് കണ്ടിട്ടുള്ളത്. നേരത്തെ ഞങ്ങൾക്ക് പെർഷ്യൻ കേറ്റ് ഉണ്ടായിരുന്നു, അതിൽ ആണും പെണ്ണും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അന്നും പ്രസവിച്ചൊക്കെ കഴിഞ്ഞ് ഏകദേശം ആയപ്പോഴാണ് കണ്ടത്. അപ്പം നമുക്കങ്ങനെ നോക്കാനൊന്നും പറ്റിയില്ല. പിന്നെ പെർഷ്യൻ കാറ്റിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണോ എന്ന് എനിക്ക് അറിഞ്ഞില്ല. പൊക്കിൾ കൂടി അത് തന്നെ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ സാധാരണ പൂച്ചയെ കണക്ക് അങ്ങനെ കട്ട് ചെയ്തൊന്നും വിടണില്ലായിരുന്നു. അപ്പം ഞങ്ങൾ തന്നെ അതിനെ എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ പിങ്കിക്ക് 4 കുട്ടികളുണ്ടായിരുന്നു. വളരെ ടൈം ഡിഫറൻസ് ആയിരുന്നു കേട്ടോ ഓരോ കുട്ടിയും വരാനായിട്ട്. ആദ്യത്തെ 2 ഒരു 20 മിനിറ്റിനകത്ത് നടന്നെങ്കിലും പിന്നെ അതിനുശേഷം ബാക്കിയുള്ളതൊക്കെ രാത്രി 12:30 ഒരു 3:30-4 മണി അതുവരെ പ്രസവം എടുക്കാൻ വേണ്ടി എൻ്റെ ഭർത്താവ് ഇങ്ങനെ കാത്തിരിപ്പുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ പറഞ്ഞ സത്യമായിട്ട് എൻ്റെ പ്രസവത്തിന് പോലെ എൻ്റെ ഭർത്താവ് ഇത്രയും ടെൻഷൻ അടിച്ചിട്ടുണ്ടാവില്ല കേട്ടോ. എന്തായാലും കുട്ടി വരുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചേട്ടാ ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നേ. കുറേ നേരം കഴിയുമ്പോൾ നമ്മളെ പിങ്കി കുട്ടി ആകെ തളർന്നു കേട്ടോ. പിന്നെ അവൾക്ക് കുറച്ച് നേരം ഫാനൊക്കെ വെച്ചെടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഇട്ട് ഞാനൊന്ന് തടവി ഒന്ന് സെറ്റാക്കി കൊടുത്തേ. കണ്ടപ്പോൾ നമുക്ക് ഒത്തിരി സങ്കടം തോന്നി. എല്ലാ പെണ്ണുങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ടാണല്ലോ ഓരോ കുഞ്ഞിന് ജന്മം കൊടുക്കണമെന്ന് പറയണത്. അതിപ്പം പൂച്ചയായാലും പട്ടിയായാലും മൃഗങ്ങളായാലും മനുഷ്യരായാലും എല്ലാവരും വളരെയധികം ബുദ്ധിമുട്ടിയും കഷ്ടപ്പെട്ടുമാണല്ലോ ഓരോ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കണം. ഞാൻ എൻ്റെ മക്കളെ വിളിച്ചെടുത്ത് ഇങ്ങനെ പറയാണ്, അവൾ പ്രസവിക്കുന്ന കണക്ക് തന്നെയാണ് അമ്മ കഷ്ടപ്പെട്ട് നിങ്ങളെ പ്രസവിച്ചതെന്നിങ്ങനെ പറയാണ്. കണക്ക് പറയണമെന്ന് വിചാരിക്കരുത്, അത് ഒരു വേദനയാണ്. അത് ഒരു വേദനയല്ല, ആ വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ് സംഭവം. എന്തായാലും ആ കുഞ്ഞുങ്ങളെ മുഖം കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ, അതിപ്പം ഏതമ്മയ്ക്കായാലും. പിന്നെ അവളെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്ത് വന്നപ്പോഴത്തേക്ക് കുഞ്ഞുങ്ങളെ പിടിച്ച് നിർത്തി പാലൊക്കെ ഒന്ന് കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ 4 മക്കൾ സെറ്റ്. അപ്പോൾ എന്തായാലും അവർ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ആദ്യത്തെ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ ഒരാൾ മാത്രം മരിച്ചുപോയേ. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പാലിൻ്റെ കുറവാണോ എന്താണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പം എല്ലാവരും ഇത്രയൊക്കെ ആയി കേട്ടോ. അപ്പം 3 പേരും ഉണ്ട്. അപ്പോൾ ഏകദേശം പെർഷ്യൻ്റെ കുട്ടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ ക്രോസും കൂടെയാണ് കേട്ടോ.